ആമേൻ. യോഹന്നാൻ 6-ലും മത്തായിലും ഒക്കെ നിങ്ങൾക്ക് കാണാം, യേശു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുകയാണ്. 5 അപ്പം കയ്യിലെടുത്തിട്ട് ആമേൻ അന്ത്രയോസും ഒക്കെ ചോദിക്കുകയാണ്, ഈ 5 അപ്പം എന്തും മാത്രമാ ഉള്ളത് കർത്താവേ? 5000 പേരുണ്ട്, ഈ 5 അപ്പം കൊണ്ട് എന്താ പ്രയോജനം? ഈ 5 അപ്പം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അതേ 5 അപ്പം യേശു എടുത്തു. ഞാനായിരുന്നു എടുത്തതെങ്കിൽ അപ്പോൾ ഒന്ന് നോക്കും, ജനത്തെ നോക്കും, അപ്പോൾ ഒന്ന് നോക്കും, ജനത്തെ നോക്കും, അപ്പോൾ ഒന്നുകൂടെ നോക്കും, ജനത്തെ നോക്കിയിട്ട് പറയും, എനിക്ക് ഉപ്പിട്ടൊരു സോഡ നാരങ്ങ വെള്ളം പെട്ടെന്ന്. എന്നാൽ യേശു അപ്പം എടുത്തു, അപ്പത്തെ നോക്കിയില്ല, ജനത്തെ നോക്കിയില്ല, സ്വർഗത്തിലേക്ക് നോക്കി. സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് എന്ത് ചെയ്യുന്നറിയാവോ? അതിനെ വാഴ്ത്തിന്ന, മലയാളത്തിൽ വാഴ്ത്തിന്ന, ഇംഗ്ലീഷിൽ കൊടുത്തേക്കുന്നത് ഹി ഗേവ് താങ്ക്സ്. ഏത് അപ്പത്തെ കുറിച്ചാണോ അന്ത്രയോസ് കംപ്ലൈന്റ് പറഞ്ഞത്, അതേ അപ്പത്തെ കുറിച്ച് ഇദ്ദേഹം നന്ദി പറയാൻ തുടങ്ങി. നിങ്ങൾ ചോദിക്കുന്നില്ലേ, എനിക്ക് ഇത്ര രൂപ കൊടുക്കാനുണ്ട്, എൻ്റെ കയ്യിൽ ഇത്ര പൈസയേ ഉള്ളൂ, എന്ത് ചെയ്യും? എൻ്റെ സാഹചര്യം ഇതാണ്, എൻ്റെ ആവശ്യം ഇതാണ്, ഇതെന്തുള്ളൂ? എന്നാൽ യേശു ഈ അപ്പം കയ്യിലോട്ട് മേടിച്ചിട്ട് അപ്പത്തെയും ജനത്തെയും കൂടെ നോക്കിയിട്ട് ടെൻഷൻ അടിച്ചെന്നല്ല. അവൻ അപ്പം മേടിച്ചെങ്കിലും സ്വർഗത്തിലേക്ക് നോക്കി. സ്വർഗത്തിലേക്ക് നോക്കാൻ തുടങ്ങിയപ്പോ അവൻ പരാതി പറഞ്ഞില്ല, നന്ദി പറയാൻ തുടങ്ങി. സ്വർഗത്തിലേക്ക് നോക്കി നന്ദി പറയുന്നവന്റെ കയ്യിൽ ശൂന്യതകൾ നിറവായി മാറും. എത്ര ശൂന്യതയിലാണോ നിങ്ങൾ ഇരിക്കുന്നത്, എത്ര പരാജയത്തിലാണോ നിങ്ങൾ ഇരിക്കുന്നത്, എങ്ങോട്ട് നിങ്ങൾ നോക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും.